മ്യൂച്വൽ ഫണ്ടുകളിൽ ആദ്യമായിട്ട് നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ ഏത് തരത്തിലുള്ള ഫണ്ടുകളാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ തിരഞ്ഞെടുക്കേണ്ടത്? ഇപ്പോഴും ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് കൂടിയും കുറഞ്ഞും ഇരിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ച കാലത്തിനുള്ളിൽ അതിനൊരു മാറ്റം വരികയും മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്നാലും മാർക്കറ്റിലുള്ള റിസ്ക് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റിൽ ചേഞ്ചസുകൾ വരാം. നമ്മുടെ 3 ആഴ്ച കാലങ്ങളായിട്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നെഗറ്റീവ് ന്യൂസുകളൊക്കെ ഒന്ന് അവസാനിച്ച് പോസിറ്റീവ് സോണിലേക്ക് വന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അതും മാർക്കറ്റിനെ വലിയ രീതിയിൽ ഇന്നുവരെയും അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെയും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായാൽ പലപ്പോഴും അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഷോർട്ട് ടൈമിലേക്ക് ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്തേക്കാം. ഇതേപോലെ ഒരു നെഗറ്റീവ് ന്യൂസ് നിലവിൽ നിൽക്കുമ്പോൾ തന്നെയും നമ്മുടെ മാർക്കറ്റ് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിക്ഷേപങ്ങളാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ ഷെയറുകൾ വാങ്ങുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് ട്രെൻഡാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോൾ ഉണ്ട്. എക്സെപ്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ തൽക്കാലം വലിയ പ്രശ്നമില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ കൂടുതൽ റിസ്ക് എടുക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടെന്ന് പറയാവുന്ന ഒരു കാറ്റഗറി ഓഫ് ഫണ്ടാണ് മൾട്ടി അസറ്റ് ഫണ്ട്. ഫണ്ടിൻ്റെ പേരിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ്. മൾട്ടി അസറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളെയാണ് മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഓരോ അസറ്റ് ക്ലാസ്സിൽ മിനിമം 10% നിക്ഷേപം ഉണ്ടായിരിക്കണം. സാധാരണയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടി അസറ്റ് ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത് ഇക്വിറ്റി ഉണ്ടാവും, ഡെറ്റ് ഉണ്ടാവാം, പ്രഷ്യസ് മെറ്റൽ ഗോൾഡ് ഉണ്ടാവാം, സിൽവർ ഉണ്ടാവാം, ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റീറ്റ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, ഇതേപോലെയുള്ള ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റുകളിലുള്ള നിക്ഷേപം. അതിനുപരിയായിട്ട് ചില ഫണ്ടുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ അസറ്റ് ക്ലാസ്സുകളിൽ ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതേപോലെയുള്ള ഫണ്ടുകൾ നൽകുന്നത്. ഈ മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗോൾഡാണ്. ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലാണ്. ഓരോ ദിവസവും ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച കാലം കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസിൽ കുറച്ച് കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലും 1-2 ദിവസങ്ങൾ കൊണ്ട് ഇത് റിക്കവർ ചെയ്യും. പിന്നെയും ഗോൾഡിൻ്റെ പ്രൈസ് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺസർട്ടനിറ്റീസ് ഉണ്ടാകുകയോ, എന്തെങ്കിലും ഇക്കണോമിക്കലായിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടാകുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുകയോ ചെയ്താൽ എപ്പോഴും ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡിലുള്ള നിക്ഷേപം ഇതേപോലെയുള്ള ഫണ്ടുകളുടെ പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ള അസറ്റ് ക്ലാസ്സുകൾ, ഇക്വിറ്റി, ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ RBI റീസെൻ്റായിട്ട് ബാങ്ക് റേറ്റ് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, PSU ബോണ്ട്സ്, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിലൊക്കെ നിക്ഷേപം നടത്തുന്നത് നല്ലതാണ്. സാധാരണയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ബോണ്ടുകളുടെ പ്രൈസ് കൂടും,
അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ബോണ്ടിന്റെ പ്രൈസ് കുറയും. അപ്പം നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബോണ്ടുകളുടെ പ്രൈസ് കൂടുകയും അതിലുള്ള നിക്ഷേപകർക്ക് അല്ലെങ്കിൽ അതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ പ്രൈസ് കൂടുകയും ചെയ്യും. മൾട്ടി അസറ്റ് ഫണ്ടുകൾ നമുക്ക് നൽകുന്നത് ഒന്നിൽ കൂടുതൽ അസറ്റ് ക്ലാസ്സുകളിലുള്ള നിക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ ഡൈവേഴ്സിഫിക്കേഷനുമാണ്. തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന റിസ്കുകൾ പല അസറ്റ് ക്ലാസ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് ഇതേപോലെയുള്ള ഫണ്ടുകൾ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇക്വിറ്റി നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഡെറ്റിൽ നിന്നും നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവാം. ഗോൾഡിൽ നിന്ന്, അതായത് ഗോൾഡ്, സിൽവർ ഇതേപോലെയുള്ള പ്രഷ്യസ് മെറ്റലുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രീസിയേഷൻ ഉണ്ടാവാം. ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഡൈനാമിക് ആയിട്ട് ഈ അസറ്റ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു അസറ്റ് ക്ലാസ്സിൽ നിന്ന് മറ്റൊരു അസറ്റ് ക്ലാസ്സിലേക്ക് ഈസി ആയിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. മാനേജേഴ്സ് ഫോളോ ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. കറക്റ്റായിട്ടുള്ള രീതിയിൽ അസറ്റ് അലോക്കേഷൻ ചെയ്യുക, മാർക്കറ്റിലെ ചേഞ്ചസുകൾക്ക് അനുസൃതമായി ഓരോ അസറ്റ് ക്ലാസ്സിലും എത്രയൊക്കെ വീതം പണം നിക്ഷേപിക്കണം, അല്ലെങ്കിൽ ഒരു അസറ്റ് ക്ലാസ് നന്നായിട്ട് പെർഫോം ചെയ്യുകയില്ല എന്ന് ഫണ്ട് മാനേജേഴ്സിന് മനസ്സിലായാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ്സിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്കിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. സാധാരണയായിട്ട് 2 തരത്തിലുള്ള മൾട്ടി അസറ്റ് ഫണ്ടുകളുണ്ട്. ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ചെയ്യുന്ന മൾട്ടി അസറ്റ് ഫണ്ടുകളും അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് അലോക്കേഷനിൽ ഫോളോ ചെയ്യുന്ന മൾട്ടി അസറ്റ് ഫണ്ടുകളും. അപ്പോൾ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഫണ്ടുകളിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ഫോളോ ചെയ്യുന്ന ഫണ്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡൈനാമിക് ആയിട്ട് അസറ്റ് അലോക്കേഷൻ, അതായത് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് ഫണ്ട് മാനേജറിന് ഫ്രീ ആയിട്ട് ഒരു അസറ്റ് ക്ലാസ്സിൽ നിന്ന് മറ്റൊരു അസറ്റ് ക്ലാസ്സിലേക്ക് നിക്ഷേപങ്ങൾ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുകയായിരിക്കും ഉത്തമം. അതോടൊപ്പം തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളിൽ ഓരോ അസറ്റ് ക്ലാസ്സുകളിലും എത്രയൊക്കെ ശതമാനമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അതേപോലെയുള്ള ഫണ്ടുകളിൽ 35% കുറവായിരിക്കും ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. മോഡറേറ്റ്ലി അഗ്രസീവ് ആയിട്ടുള്ള ഫണ്ടുകളിൽ 35 മുതൽ 65% വരെ 35 മുതൽ 65% വരെ ഇക്വിറ്റിയിലായിരിക്കും നിക്ഷേപങ്ങൾ നടത്തുക. അഗ്രസീവായിട്ട് മാനേജ് ചെയ്യുന്ന മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ ഏകദേശം 65%-ഓളം ഇക്വിറ്റികളിലായിരിക്കും നിക്ഷേപം നടത്തുക. മൾട്ടി അസറ്റ് ഫണ്ട് ഇക്വിറ്റി ഫണ്ടുകളുടെ കാറ്റഗറിയിൽ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളാണെങ്കിൽ തന്നെയും നിങ്ങൾ മൾട്ടി അസറ്റ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള ഇക്വിറ്റിയുടെ എക്സ്പോഷർ എത്രയാണ്, നിങ്ങൾക്ക് എത്രയൊക്കെ റിസ്ക് എടുക്കാം, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ആ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസറ്റുകളിൽ എത്രയെത്ര ശതമാനം ഓരോ അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ 2-ൽ കൂടുതലുള്ള അസറ്റ് ക്ലാസ്സുകളിലാണ് സാധാരണയായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇക്വിറ്റി, ഡെറ്റ്, പ്രഷ്യസ് മെറ്റൽ, അതായത് ഗോൾഡോ സിൽവറോ, റീറ്റ്സ് പോലുള്ള ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ്, അതുകൂടാതെ തന്നെ പല ഫണ്ടുകളും ഗ്ലോബൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന ഫണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കഴിഞ്ഞ 1 വർഷം, 3 വർഷം, 5 വർഷത്തെ ഇതേപോലെയുള്ള ഫണ്ടുകളുടെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ 1 വർഷം ആവറേജ് ഒരു 7.5% റിട്ടേൺസും 3 വർഷത്തിൽ ഏകദേശം 14% റിട്ടേൺസും 5 വർഷത്തിൽ ഏകദേശം ആവറേജ് 20% റിട്ടേൺസും ഈ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. മൾട്ടി അസറ്റ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ അസറ്റ് അലോക്കേഷൻ മനസ്സിലാക്കിയിരിക്കണം.
ഒരു ഫണ്ടിൽ ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് എത്രയുണ്ടെന്ന് ബേസ് ചെയ്തിട്ടാണ് ആ ഫണ്ട് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടാണോ ഡെറ്റ് ഓറിയൻറ്റഡ് ഫണ്ടാണോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റിൽ മിനിമം 65% വരെയെങ്കിലും നിക്ഷേപം വരുന്ന മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാലാണ് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടുകളുടെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഇതേപോലെയുള്ള മൾട്ടി അസറ്റ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ആംഫി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.